ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമായ പോളിസി ബസാറിന് 5 കോടി രൂപയുടെ പിഴയിട്ടിരിക്കുകയാണ് IRDA അഥവാ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് IRDA ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒന്നാമത്തേത് തെറ്റായ പരസ്യങ്ങൾ കാണിച്ച് ഉപഭോക്താക്കളെ വഞ്ചിച്ചു എന്നും രണ്ടാമതായി ഇൻഷുറൻസ് കമ്പനിക്ക് നൽകേണ്ട തുകകൾ വൈകിപ്പിച്ചു എന്നതുമാണ്. 2019 വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ കമ്പനിക്ക് പിഴയിട്ടിരുന്നു. ഓൺലൈൻ പോളിസി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഓൺലൈനിലൂടെയാണോ, ഏജന്റ് മുഖാന്തരമാണോ, അതോ കമ്പനിയിൽ നിന്നാണോ പോളിസി എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് നിരവധി കമന്റുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പിലൂടെ പലരും ബന്ധപ്പെട്ടിരുന്നു. ചിലർ പറയുന്നത് ഓൺലൈനിലൂടെ എടുക്കുന്നതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്നും ചിലർ പറയുന്നത് പ്രീമിയം കുറവുണ്ട് എന്നുമെല്ലാമായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിരവധി സബ്സ്ക്രൈബേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ അവരോട് പറയാറുള്ള കാര്യം ഇതാണ്: നിങ്ങൾ എൻ്റെ പക്കൽ നിന്നും പോളിസി എടുക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഓൺലൈനായി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നും മറ്റേതെങ്കിലും നല്ലൊരു ഏജന്റിന്റെ പക്കൽ നിന്നും പോളിസി എടുക്കൂ എന്നുമാണ് ഞാൻ ഉപദേശിക്കാറുള്ളത്. ഈ ഓൺലൈൻ വെബ്സൈറ്റിലെല്ലാം നിങ്ങൾ കയറുമ്പോൾ ഏറ്റവും മികച്ച കമ്പനിയെന്നും ഏറ്റവും നല്ല രീതിയിൽ ക്ലെയിം നൽകുന്ന കമ്പനിയെന്നും കാണിക്കുന്നതൊന്നും യാതൊരുവിധ അടിസ്ഥാനമില്ലാതെയുമാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ആരാണോ കൂടുതൽ പേ ഔട്ട് നൽകുന്നത് ആ കമ്പനിയായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് IRDAയും കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് എന്തു സംഭവിക്കും? ഒരു ഉപഭോക്താവിന് നല്ലൊരു പോളിസി തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഇല്ലാതാവുന്നത്. അദ്ദേഹം ചെന്നെത്തുന്നത് അദ്ദേഹത്തിന് അനുയോജ്യമല്ലാത്തൊരു പോളിസിയിലുമായിരിക്കാം. ഞാൻ പറഞ്ഞു, യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെയാണ് മികച്ച പോളിസി എന്ന് ഇവർ പലപ്പോഴും പറയുന്നത്. ഇത്തരം ഓൺലൈൻ സൈറ്റുകളിലൂടെ കൂടുതലുമായി പോളിസി എടുക്കുന്നത് NRIസും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സുമാണ്. ഇവർ നോക്കുന്നത് എളുപ്പം മാത്രമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒരു ഫോണോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നത് പോലെയല്ല ഓൺലൈനായി ഇൻഷുറൻസ് വാങ്ങുന്നത്. കാരണം നിങ്ങൾക്ക് പോളിസി എടുക്കുക എന്നുള്ളത് ഓൺലൈനിൽ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലെയിം ലഭിക്കുക, അതുപോലെ തന്നെ ആഫ്റ്റർ സർവീസ് നല്ല രീതിയിൽ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോളിസി ബസാറിന് വലിയൊരു ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ഇത്തരം ഓൺലൈൻ സൈറ്റുകളിലൂടെ പോളിസി എടുക്കുമ്പോൾ ഈ തുക കമ്പനിയുടെ അക്കൗണ്ടിലേക്കല്ല നേരിട്ട് പോകുന്നത്. ഇത് ഇത്തരം ഓൺലൈൻ വെബ്സൈറ്റുകളുടെ അക്കൗണ്ടിലേക്കാണ് ആ പണം പോകുന്നത്. എന്നാൽ ഇത് നിയമപ്രകാരം തന്നെയുള്ളതാണ്. പക്ഷേ ഇവിടെ നിയമം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇത്തരത്തിൽ പണം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതാത് കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക മാറ്റേണ്ടതാണ്. എന്നാൽ പോളിസി ബസാർ ഇവിടെ നിയമം ലംഘിച്ചിരിക്കുന്നത് 5 ദിവസം മുതൽ 30 ദിവസം വരെയാണ് ഇത്തരം തുക ഹോൾഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ടെലിമാർക്കറ്റിംഗ് വഴി കൃത്യതയില്ലാത്ത വിവരങ്ങളാണ് ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നതും എന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം 97,000-ഓളം പോളിസികളാണ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചെടുത്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങൾ 4%, 5% ഡിസ്കൗണ്ട് നോക്കി ഇത്തരം പോളിസികൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ചെന്നുപെടുന്നത് ചതിക്കുഴിയിലായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ 97,000 പോളിസികളിൽ നിങ്ങളുടെ പോളിസിയും ഉണ്ടാകാൻ ഇടയില്ലേ? നിങ്ങളുടെ പോളിസി ഉണ്ടാവാൻ ഇടയില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവരുടെ സർവീസിൽ നിങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഓൺലൈനിൽ പോളിസി സെർച്ച് ചെയ്തപ്പോഴായിരിക്കും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക. അവർ നിങ്ങളെ നിരന്തരം വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോളിസി എടുത്തിട്ടുമുണ്ടാവും. അതാണ് ഒരു സാധാരണഗതിയിൽ 90% സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ അങ്ങോട്ടൊന്ന് തിരിച്ചു വിളിച്ചു നോക്കുക. ഇവിടെ സംഭവിക്കാൻ പോകുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, നിങ്ങളെ വിളിച്ചയാളെ ഇപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പാടായിരിക്കും. കാരണം ഇവരാരും അവരുടെ പേഴ്സണൽ നമ്പർ അല്ല നിങ്ങൾക്ക് തരുന്നത്. മാത്രമല്ല, ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ എംപ്ലോയീസ് പലരും വർക്ക് അറ്റ് ഹോം ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ബെറ്റർ ഓപ്ഷൻസ് കിട്ടുമ്പോൾ പല പല കമ്പനികൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോളിസി തന്നയാളെ കോൺടാക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അദ്ദേഹത്തെ തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു എക്സിക്യൂട്ടീവിനെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക. അപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ഇങ്ങനെയൊക്കെ വാർത്തകൾ കണ്ടു, എൻ്റെ പോളിസിയിലെ വിവരങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുമോ എന്ന്. ഇതിൽ എത്ര ആളുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഭാവിയിൽ നിങ്ങൾക്കൊരു ക്ലെയിം ഉണ്ടാകുമ്പോഴോ ഈ പോളിസിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴോ ഇവരിൽ നിന്ന് എത്രമാത്രം സർവീസ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ ഇത്തരം ഓൺലൈൻ പോളിസികൾ എടുക്കുന്നവർ പലപ്പോഴും ഒരു ഏജന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ ഡിസ്കഷൻ നടത്തിയതിന് ശേഷമായിരിക്കും ഇത്തരം ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് പോളിസി എടുക്കുക. അവരത് എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഏജന്റ് പറഞ്ഞതിൽ നിന്നും കൂടിപ്പോയാൽ ഒരു 5% കുറവ് കണ്ടിട്ടായിരിക്കും.
ഞാനത് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന 5% എന്ന് പറയുന്നത് ആദ്യ വർഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീട് അത് ലഭിക്കുന്നതുമല്ല. മറ്റൊന്നാണ് PED അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുമായി ബന്ധപ്പെട്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുൻപ് ഏതെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ 3 ദിവസത്തിലധികം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും സർജറി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ ഇത്തരം ഓൺലൈൻ വെബ്സൈറ്റുകളെ ആശ്രയിക്കാതിരിക്കുന്നതാവും നല്ലത്. ഞാനീ പറഞ്ഞതിനർത്ഥം നിങ്ങൾക്ക് പോളിസി ലഭിക്കില്ല എന്നല്ല, പോളിസി വളരെ പെട്ടെന്ന് ലഭിക്കും. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ നിലവിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തമായി തന്നെ ആ കമ്പനിയെ അറിയിച്ചിരിക്കേണ്ട കടമ കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട്. ഈ സ്ഥാനത്ത് ഒരു ഏജന്റ് ആണെങ്കിൽ ആ ഏജന്റ് നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് അത് വ്യക്തതയോടുകൂടി തന്നെ അത് എൻറ്റർ ചെയ്യുന്നതാണ്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏജന്റിന്റെ കടമയാണ് ഇതെല്ലാം ചോദിക്കുക എന്നുള്ളത്. കാരണം അവർക്ക് വ്യക്തമായ ട്രെയിനിങ് ഇതിന് കൊടുത്തിട്ടുമുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളെ ഒരു ക്ലെയിം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സമീപിക്കുന്നത് ഈ ഏജന്റിനെ ആയിരിക്കും. അപ്പോൾ ഏജന്റ് ഇത് പറഞ്ഞു തന്നില്ല എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ക്ലെയിം പ്രോസസ്സ് സുഗമമാക്കുന്നതിന് ഏജന്റ് ഇത് ചോദിച്ച് വ്യക്തമായി തന്നെ എൻറ്റർ ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ലാക്ക് ഓഫ് നോളജ്. ചെറിയൊരു രീതിയിൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും ഇത്തരം എക്സിക്യൂട്ടീവ് എല്ലാം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും നല്ലൊരു രീതിയിലുള്ള ടാർഗറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? പരമാവധി പോളിസി സെല്ല് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ പല കമ്പനികൾക്ക് നിങ്ങളുടെ ഡാറ്റ പോകുന്നുണ്ടാവും. ഈ വിവരം ഓരോ കമ്പനികൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കേസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഓരോരുത്തരുടെയും ശ്രമം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്താലും കുഴപ്പമില്ല, ആ പോളിസി കൺവേർട്ട് ആവുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. ഇവിടെ എന്ത് സംഭവിക്കും? പലപ്പോഴും പോളിസി വിവരങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പറയും, എനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട്, അത് കാണിച്ചാൽ എനിക്ക് കിട്ടുമോ എന്ന്. അപ്പോൾ ഇത്രയും നേരം സംസാരിക്കുകയും ചെയ്തു, ഇനി പോളിസി കിട്ടാത്ത ഒരു സിറ്റുവേഷനും വരുമ്പോൾ എന്ത് പറയും? അത് കുഴപ്പമില്ല, അത് ലഭിക്കുമെന്ന് തന്നെ പറയാനാണ് സാധ്യത. ഇത്തരമൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പോളിസി ലഭിക്കും, പക്ഷെ പലപ്പോഴും ക്ലെയിമിന്റെ സാഹചര്യത്തിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല നിരവധി ഫേക്ക് പ്രോഡക്റ്റുകളും ഇത്തരം ഓൺലൈൻ വെബ്സൈറ്റിലൂടെ തന്നെ ലഭിക്കാറുമുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇതേക്കുറിച്ച് തന്നെ വിശദമായി പറയുന്നുണ്ട്. ഞാനൊരു ഫേക്ക് പ്രോഡക്റ്റ് കാണിച്ച് അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം അതിൽ ക്ലിയർ ആക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐകാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. അതപ്പോൾ വിശ്വസ്തമായ ഒരു കരങ്ങളിൽ മാത്രമാണ് എത്തേണ്ടത്. ഒരു ദിവസത്തിൽ 100ഓളം പുതിയ ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം ആളുകളും പറയുന്നതാണ് ഓൺലൈനിലൂടെ പോളിസി എടുത്ത് സർവീസ് ലഭിക്കുന്നില്ല, ഏജന്റിനെ മാറ്റാമോ എന്നെല്ലാം പറഞ്ഞ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം ഓൺലൈൻ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജന്റിന്റെ കോഡിലേക്ക് അത് മാറ്റാൻ കഴിയുന്നതല്ല. ഏതെങ്കിലും ഒരു പോർട്ടിംഗ് സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. ഞാൻ ഒരിക്കലും ഓൺലൈൻ പോളിസി എടുക്കരുത്, ഏജന്റ് മുഖാന്തരം തന്നെ എടുക്കണം എന്നല്ല പറയുന്നത്. എൻ്റെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഓൺലൈൻ വെബ്സൈറ്റുകളേക്കാൾ നിങ്ങൾക്ക് സഹായം ലഭിക്കുക തീർച്ചയായും നല്ലൊരു ഏജന്റിൽ നിന്ന് തന്നെയായിരിക്കും. ഏജന്റിനെ തിരഞ്ഞെടുക്കുമ്പോഴും മികച്ചൊരു ഏജന്റിനെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റായി രേഖപ്പെടുത്തുക. ഓൺലൈനായി നിങ്ങൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സർവീസുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഏജന്റിൽ നിന്നെടുത്ത സർവീസുകളെക്കുറിച്ചും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ ചില ആളുകൾ ഓൺലൈൻ വെബ്സൈറ്റുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാനിടയുണ്ട്, എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല, എൻ്റെ റിന്യൂവലെല്ലാം കറക്റ്റായി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലെയിം കിട്ടി എന്നെല്ലാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾക്കൊരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 80% യാതൊരുവിധ സപ്പോർട്ടും, അതായത് ഒരു ഏജന്റിൻ്റെയോ ഓൺലൈൻ്റെയോ സപ്പോർട്ട് ഇല്ലാതെ അത് പാസ്സായി പോകുന്നതാണ്. എന്നാൽ ഒരു 20% എന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. ഇത്തരം ഒരു സിറ്റുവേഷനിലാണ് ഒരു ഏജന്റിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കാൻ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.